വൈപ്പിനിലേക്ക് കേട്ടോ. കൊച്ചി വൈപ്പിനിൽ അഭിഭാഷകന്റെ പിതാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അന്വേഷണം ഊർജിതമാണ്. അഡ്വക്കേറ്റ് ഡോൾ ഗോവിന്റെ പിതാവ് മോഹൻദാസിനെയാണ് ആക്രമിച്ചത്. ഡെക്സ്റ്റർ കൊമ്മത്ത്, ഡിനൈറ്റ് കൊമ്മത്ത് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സഹിൻ ആന്റണി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും തത്സമയമുണ്ട്. സഹിൻ ആന്റണി, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ പോലീസിന്റെ പോക്ക് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ് സേതു. ഏറെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇന്നലെ വൈപ്പിനിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ഡെക്സ്റ്റർ കൊമ്മത്ത്, ഡിനെസ്റ്റ് കൊമ്മത്ത്, ഡെക്സ്റ്റർ കൊമ്മത്ത് എന്ന് വിളിക്കുന്ന വേലുവും ഡിനെസ്റ്റ് കൊമ്മത്ത് എന്ന് വിളിക്കുന്ന വാവക്കുട്ടനും, ഇവർ രണ്ടുപേരുമാണ് അഡ്വക്കേറ്റ് ഡോൾഗോവിൻ്റെ വീട്ടിൽ അദ്ദേഹം ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതിൽ ഡെക്സ്റ്റർ കൊമ്മത്തിൻ്റെ ഭാര്യയുമായി ഉണ്ടായ തർക്കം, വേലു എന്ന് പറയുന്ന ആളുടെ ഭാര്യയുമായി ഉണ്ടായ തർക്കം, ഇത് പിന്നീട് കോടതിയിലെത്തുകയായിരുന്നു. ഇതിൽ ഇയാളുടെ ഭാര്യയുടെ വക്കാലത്ത് ഈ അഡ്വക്കേറ്റ് ഡോൾഗോവ് എടുത്തു. ഇതേ തുടർന്നാണ് ഇയാൾ വേലു ആ വീട്ടിലെത്തുകയും വാവക്കുട്ടനും വേലും കൂടെ വീട്ടിലെത്തുകയും നിങ്ങളോട് ആരാണ് അവരുടെ വക്കാലത്തെടുക്കാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ആരുടെയും വക്കാലത്തെടുക്കരുത് എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. അപ്പോൾ മോഹൻദാസ് വീട്ടിലുണ്ടായിരുന്നു. മോഹൻദാസ് പറഞ്ഞു ഇത് ഞങ്ങൾക്കറിയുന്ന കാര്യമില്ല, അത് അഭിഭാഷകരാണ്, അവരോട് സംസാരിക്കുമെന്ന് പറഞ്ഞു ഗേറ്റ് അടക്കാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് ഇവർ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത്. ആ സമയത്ത് ആ വീട്ടിൽ 3 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ ആകെ ഭയന്നു പോയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പറയുന്ന മോഹൻദാസിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. മറ്റാരും ആ വീട്ടിലില്ലായിരുന്നു. ഈ ഡോൾഗോവ് ആയിക്കൊള്ളട്ടെ, ഡോൾഗോവിൻ്റെ ഭാര്യയും അഭിഭാഷകയാണ്, ഡോൾഗോവിൻ്റെ സഹോദരി അഭിഭാഷകയാണ്. അങ്ങനെ 3 പേര് അഭിഭാഷകരായിട്ട് ആ കുടുംബത്തിലുണ്ട്. അവരാരും തന്നെ ആ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടന്നിരിക്കുന്നത്. അങ്ങനെ കേസെടുക്കും പോയ ആളുകളെ കൊലപ്പെടുത്താനോ ആക്രമിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയ ഗുരുതരമായ കുഴപ്പം സമൂഹത്തിനുണ്ടാക്കും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്തായാലും പോലീസ് കൃത്യമായ നടപടി എടുത്തിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇരിക്കുന്നു. കാരണം ഡോൾഗോവ് ഈ കേസെടുക്കുന്ന സമയത്ത് തന്നെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലീസ് കൃത്യമായ ഒരു സംരക്ഷണം അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഗുരുതരമായ ഒരു സംഭവം. മോഹൻദാസിൻ്റെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓക്കെ സഹിൻ, ശരി. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് വേണം നമ്മളിപ്പോൾ സഹിൻ പറയുന്ന അനുസരിച്ച് മനസ്സിലാക്കേണ്ടത്.